എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കടലപ്പരിപ്പില്ലേ, അത് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കില്ലേ, പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെയൊക്കെ തന്നെ. പക്ഷെ പരിപ്പ് വടയ്ക്ക് നമ്മൾ പീസ് പരിപ്പാണ് എടുക്കുന്നത്. ഇത് കടലപ്പരിപ്പ് വെച്ച് അങ്ങനെ വടയുടെ ഷേപ്പ് ഒന്നും ഇല്ലാതെയാണ്. ആദ്യം ഇങ്ങനെ മാവൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ഇങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. കുറച്ച് സമയം മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു നല്ലൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അധികം ഇത് എണ്ണ കുടിക്കുകയൊന്നുമില്ല. അതായത് കുറച്ച് എണ്ണ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഉള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. 1/2 കപ്പ് കടലപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 ഹവറൊക്കെ കുതിർത്തിയിട്ടുണ്ട്. അത് എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി 2-3 വട്ടം കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, ചില്ലി ഫ്ലേക്സ്, ഇത്രയുമാണ്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇടാൻ പറ്റില്ല. ഒരു രണ്ട് ബാച്ചായിട്ടേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. നല്ലതുപോലെ അരയണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. സെക്കൻഡ് ബാച്ച് അരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. അടുത്ത ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതിലേക്ക് തരിതരിപ്പായിട്ടാണ് അരച്ചേക്കുന്നത്. ഒരു ടീസ്പൂണോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അരയ്ക്കല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം. ഒറ്റ പൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ, അരയ്ക്കൊന്നും വേണ്ട. ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. അത് നമ്മുടെ മാവരച്ച് വെച്ചേക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇതും കൂടി നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്, മിക്സ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒരു ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. ഉപ്പ് ഞാൻ അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് മതിയോ അതോ ഇനിയും കുറച്ചും കൂടെ ആഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഉപ്പുണ്ട്, ഇത് മതിയാവും. കുക്കിങ്ങിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, കുറച്ചൊഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അങ്ങനെ വടയുടെ ഷേപ്പൊന്നും ആക്കുന്നില്ല. കുറേശ്ശെ ഇങ്ങനെ
ഇട്ട് കൊടുക്കാൻ പോവാണ്. ചെറിയ ചെറിയ ബോൾസ് ഒന്നും ആക്കുന്നില്ല, ഒരു ഷേപ്പില്ലാത്ത ഒരു ഇതായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ പരിപ്പോടയ്ക്ക് പീസ് പരിപ്പാണ് എടുക്കാറ്, പക്ഷെ ഇത് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്ര മതി തൽക്കാലം. ഹൈ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിം മതി, കാരണം അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. പക്ഷേ ഇത് ഞാൻ അധികം വലിപ്പത്തിലല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് റെഡിയാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവുള്ളൂ. ആയി വരുന്നുണ്ട്, കുറച്ചുകൂടി സമയം വേണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അത്ര ഷേപ്പില്ലാത്ത ഒരു സ്നാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത ബാച്ച് ഫുൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ആദ്യത്തെ ബാച്ച് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളു കണ്ടോ നല്ല. അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു ബാച്ചും കൂടി നമുക്ക് ഷേപ്പൊന്നും ഇല്ലാത്തതാക്കി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഷേപ്പൊന്ന് ഞാൻ മാറ്റി പിടിക്കാൻ പോവാണ്. നമ്മുടെ വട പോലെ തന്നെ പരത്തി ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് പരത്തിയിട്ട് കൊടുക്കാൻ പോവാം. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഉള്ളത് ഇതുപോലെ. നമ്മൾ ആദ്യം ഇട്ടതിപ്പോൾ ഇവിടെ റെഡിയായി ഇട്ടുണ്ട്, മൂത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് രണ്ടും. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കും.
നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് 2 ഷേപ്പിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ ഷേപ്പൊന്നും വരുത്തിയിട്ടില്ല, വെറുതെ ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുത്തു. മറ്റേത് ചെറിയ വടയുടെ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷേപ്പുള്ള വടയുടെ ഷേപ്പുള്ളത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല ഷേപ്പില്ലാത്തത്, നമ്മളങ്ങനെയാണല്ലോ ഉണ്ടാക്കിയത്, കുറച്ച് മാത്രം ലാസ്റ്റ് ഷേപ്പോടുകൂടി. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക്. വട എന്ന് പറയാൻ പറ്റില്ല, വടയുടെയൊക്കെ ഷേപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ.